ടെക് പ്രോഡക്ട്സ് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പം കൂടുതലുള്ള ഒരു കാര്യം മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോൺസ് എടുത്താലോ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ഫോൺസോ അല്ലെങ്കിൽ നമ്മുടെ വാച്ച് ആയാൽ പോലും അപ്പോൾ അതൊരു ടെക് പരമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവറിഡേ ക്യാരി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ടെക് പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. അതായത് ഞാൻ ഈ 2024 ഉപയോഗിക്കുന്ന എല്ലാ ടെക് പ്രോഡക്ട്സും, അതായത് ഞാൻ എപ്പോഴും വീട്ടിലുള്ളപ്പോഴോ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴോ എൻ്റെ കയ്യിൽ കാണുന്ന ടെക് പ്രോഡക്ട്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ അതിനകത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോൺസ് ആണ്. അതും ഫോൺസിന്റെ കാര്യം പറയാൻ നേരത്ത് ഞാൻ എപ്പോഴും 2 ഫോൺ തന്നെ ആയിരിക്കും കൊണ്ടു നടക്കുന്നത്. അതായത് ഒരു ഫോൺ എല്ലാ സമയത്തും, അല്ലെങ്കിൽ മെയിൻ ഫോൺ എന്ന് പറയുന്നത് എപ്പോഴും ഐഫോൺ തന്നെ ആയിരിക്കും. അതും ഇപ്പോൾ 2024 എൻ്റെ മെയിൻ ഫോൺ, ഈ ചാനൽ നിങ്ങൾ സ്ഥിരമായി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഐഫോൺ 15 Pro ആണ്. ഇപ്പോൾ 15 Pro Max അല്ല, അതിനൊരു 15 Pro ആണ് ഞാൻ മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കുന്നത്. അതുകണക്ക് തന്നെ ഒരു ആൻഡ്രോയിഡ് ഫോണും കൂടെ കാണും. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് അത് സാധാരണ രീതിയിൽ എപ്പോഴും മാറുന്ന ഒരു കാര്യമല്ല. അതായത് എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ അപ്ഗ്രേഡ്സ് ഞാൻ ചെയ്യുന്നത് എല്ലാ വർഷവും ചെയ്യുന്നതല്ല. അതും എൻ്റെ ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡ് ഫോൺ, മെയിൻ ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് Pixel 7 ആണ്. അതും Pixel 7 എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തിനൊക്കെ മുകളിലായിട്ടുണ്ട്. കാരണം Pixel 8 വന്നതാണ്. പക്ഷേ ഈ Pixel 7 നിന്ന് Pixel 8ലേക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, Pixel 7 എന്ന് പറയുന്നത് ഒരു പിക്സൽ ഫോൺ പരമായി പറയുവാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റോ പെർഫോമൻസ് കാര്യമല്ല പറയുന്നത്, അതിന് പകരം ക്യാമറയും അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ എനിക്ക് Pixel 7ന്റെ യൂസർ എക്സ്പീരിയൻസ് ഇപ്പോഴും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് പെർഫോമൻസ് കൂടിയൊരു ഫോൺ നോക്കുവാണെങ്കിൽ ഇതൊരു വേർത്തായ ഒരു ഓപ്ഷൻ അല്ല. പക്ഷേ ക്യാമറ പെർഫോമൻസും നല്ലൊരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ഇതിപ്പോഴും നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മെയിൻ ആൻഡ്രോയിഡ് ഫോണായിട്ട് ഇപ്പോഴും Pixel 7 തന്നെ ഉള്ളത്. അത് ഞാൻ സാംസങ്ങിൻ്റെ ഗാലക്സി സീരീസ് ഒക്കെ നോക്കിയാണ്. പക്ഷേ ഈ വർഷം ഞാൻ സാംസങ് ഗാലക്സി S24 അങ്ങനത്തെ ഫോൺസ് ഒന്നും എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഇപ്പോഴും നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അതും Pixel 9 സീരീസ് ഇറങ്ങിയതിന് ശേഷം അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം അതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് വരുന്നൊരു ഫോൺ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തായിരിക്കും എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഇനി അപ്ഗ്രേഡ് വരാൻ പോകണം. പക്ഷേ ഐഫോൺസ് അങ്ങനെയല്ല, ഞാൻ എല്ലാ വർഷവും അപ്ഗ്രേഡ് ചെയ്യുന്നതിനായിരിക്കും. ഇപ്പോൾ 15 Pro ആണ്, പക്ഷേ 16 Pro ഇറങ്ങുന്ന സമയത്ത് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഫോൺസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫോൺസിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇനി അടുത്ത എവറിഡേ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ എപ്പോഴും കാണുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാച്ചാണ്. അത് വാച്ചിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആപ്പിൾ വാച്ച് Ultra 1 ആണ്. അപ്പോൾ ഞാൻ Ultra 2 ഇറങ്ങിയപ്പോൾ അതിനകത്തേക്ക് അപ്ഗ്രേഡ് ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം വെച്ചാൽ വാച്ചിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഫോൺസ് കണക്കല്ല. അതിൻ്റെ അപ്ഗ്രേഡ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര അപ്ഗ്രേഡ്സ് ഒന്നും എല്ലാ ഇയറും വരുന്നതല്ല. അത് മാത്രമല്ല, ഈ ആപ്പിൾ വാച്ച് Ultra സീരീസ് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് സീരീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് വാച്ച് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും മികച്ചൊരു വാച്ച് തന്നെയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു സീരീസിനകത്ത് വെച്ച് ഈ ഒരു വാച്ച് എന്ന് പറയുന്നതിനകത്ത് അപ്ഗ്രേഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതും ഈ ഒരു വാച്ച് എടുത്തപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 3 തൊട്ട് 5 വർഷം വരെ എന്തായാലും ഉപയോഗിക്കാൻ പറ്റണം. അതിപ്പോൾ 2ാമത്തെ വർഷമായിട്ടുണ്ട്. അപ്പം ഈ ഒരു വർഷത്തിലും ഈ വാച്ചിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തപ്പോൾ ഉള്ളത് തന്നെയാണ്. അതും വേറെ ആൻഡ് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ തന്നെ ഡിസ്പ്ലേയിൽ കുറച്ച് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അതങ്ങനെ ഫ്രെയിമിലും ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിലും ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയാൻ പറ്റും. അതും ഏറ്റവും ബെസ്റ്റ് ഒരു വാച്ച് നിങ്ങൾ നോക്കുവാണ്, നിങ്ങൾക്ക് പ്രൈസിങ് വലിയ പ്രശ്നമല്ലെങ്കിൽ ആപ്പിൾ വാച്ച് Ultra സീരീസ് ഏറ്റവും മികച്ച തന്നെയാണ്. അത് നിങ്ങൾ ഐഫോൺ യൂസർ ആണെങ്കിൽ ആപ്പിൾ വാച്ച് Ultra സീരീസ് ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. വാച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് ഹെഡ്ഫോൺസ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഹെഡ്ഫോൺ കാണും. അതും വയർഡ് ഹെഡ്ഫോൺസ് മാറിയിട്ട് വയർലെസ് ഹെഡ്ഫോണിലേക്ക് ഇപ്പോൾ ഒരു കാലം വന്നിട്ടുണ്ട്. അപ്പോൾ വയർലെസ് ഹെഡ്ഫോണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ എന്ന് പറയുന്നത്, അതായത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന എപ്പോഴും എൻ്റെ കയ്യിലുള്ള ഒരു ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സ് Pro 2 ആണ്. അത് ഈ എയർപോഡ്സ് Pro 2 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ആയപ്പോഴത്തേക്കും അതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് ആയിരുന്നു. പക്ഷേ ഇപ്പം ലൈറ്റ്നിങ് അല്ല, അതിന് പകരം USB-C മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ എന്നാലും ആ ഒരു കാര്യത്തിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ്ഫോണാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐഫോൺ 15 സീരീസ് ഇറങ്ങിയ സമയത്ത് അതിനകത്ത് USB-C വന്നപ്പം ഈ ഐഫോൺ 15 Pro ഉപയോഗിക്കുന്നതും ഈ Pixel 7 ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ചാർജിങ് കേബിൾ മതി. അതൊരു പ്രശ്നമാണ് ഈ എയർപോഡ്സിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എയർപോഡ്സിനകത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്നിങ് കേബിൾ തന്നെ വേണം. പക്ഷേ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറയുന്നത് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ആപ്പിൾ വാച്ച് ചാർജറിലും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മിക്കവാറും അങ്ങനെ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ മാക്സേഫ് ചാർജർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചാർജിങ് ഇതൊരു വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ കേബിൾ വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ലൈറ്റ്നിങ് കേബിൾ എന്ന് പറഞ്ഞ കാര്യം പ്രശ്നമായിരുന്നു. അത് എനിക്ക് ഈ ലൈറ്റ്നിങ് കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യേണ്ട ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ലൈറ്റ്നിങ് കേബിൾ ഉപയോഗിക്കുന്നത്. അതും വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ എയർപോഡ്സ് Pro 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളിൽ എയർപോഡ്സ് Pro 1 ഉണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്തതിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ അല്ലെങ്കിൽ അത് ചീത്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഹെഡ്ഫോൺസ് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളറ്റിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റും. അപ്പോൾ വാളറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും ഒരു ടെക് പ്രോഡക്റ്റായി വരുന്നൊരു കാര്യമല്ല. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വാളറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വാളറ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ മാക്സേഫ് വാളറ്റ് ആണ്. അതിനകത്ത് മാക്സേഫ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് ഫോണായിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ആ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര സ്ട്രോങ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഇളകി പോണ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അത് ഈ വാളറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിനൊരു പോരായ്മ എന്ന് പറയുന്നത് ക്യാഷ് എന്തായാലും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല കാർഡ്സിൻ്റെ എണ്ണം തന്നെ 3 കാർഡ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഇതിൻ്റെ ക്വാളിറ്റിക്ക് എനിക്ക് പ്രശ്നമൊന്നും വല്ലതും തോന്നിയിട്ടില്ല. അത് മാത്രമല്ല ഇതതിൻ്റെ ലെതർ വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലെതർ അല്ല, അതിന് ഒരു ഫൈൻ വോവൻ വേരിയന്റ് ആണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അതിന് പകരം ലെതർ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏജിങ് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോഴും നല്ലോണം തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന എൻ്റെ മെയിൻ വാളറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാളറ്റ് എന്ന് പറയുന്നത് ഒരു ടെക് പ്രോഡക്റ്റ് അല്ലെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ ഒരു മാക്സേഫ് അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇതൊരു എവറിഡേ ടെക് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ വാളറ്റ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കൊണ്ടുനടക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നും അല്ല, പക്ഷേ എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതായത് ഒരു എവറിഡേ ക്യാരി ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐപാഡാണ്. അത് ഐപാഡിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഞാൻ കഴിഞ്ഞൊരു വർഷം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഐപാഡ് മിനിയാണ്, ഐപാഡ് മിനി 6 ആണ്. പക്ഷേ ആ ഒരു ഐപാഡിന് ശേഷം ഇപ്പോൾ ഈ ഒരു ഐപാഡ് എന്ന് പറയുന്നത് ഐപാഡ് എയർ ആയി മാറിയിട്ടുണ്ട്. ഐപാഡ് എയർ M1 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും ഐപാഡ് എയർ M1 എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു ഐപാഡായിട്ട് തന്നെ പറയാൻ പറ്റും. അത് നിങ്ങളൊരു ഐപാഡ് പ്രോഡക്റ്റ് നോക്കുവാണ്, നിങ്ങൾക്ക് അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മെയിൻ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. അതായത് ഒരു ലാപ്ടോപ്പിനെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിലും നിങ്ങൾക്കൊരു മെയിൻ ഡിവൈസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു നോട്ട് ടേക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ കാര്യത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ ഫോട്ടോയുടെ കാര്യത്തിനകത്ത് തന്നെ ഒരു ചെറിയ എഡിറ്റ് ഒക്കെ ചെയ്യണം. ഇത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് ആപ്സ് ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. അത് ഭയങ്കര ഇന്റൻസ് ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ചെറിയ രീതിയിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഐപാഡ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതിനകത്ത് തന്നെ ഐപാഡ് എയർ M1 എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ്. ഇതിന്റെ അടുത്ത വേരിയന്റ് ചിലപ്പോൾ ഇപ്പോൾ വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഐപാഡ് വാങ്ങിക്കാൻ നിൽക്കുവാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും. പക്ഷേ ഐപാഡ് എയർ സീരീസ് എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ദിവസേനയുള്ള ഉപയോഗത്തിനകത്ത് എപ്പോഴും വരുന്നൊരു കാര്യം തന്നെയാണ്. അതായത് നോട്ട് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു എക്സൽ ഷീറ്റോ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒരു അപ്ഡേറ്റ് വരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇവരോട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐപാഡ് എയർ M1 എന്ന് പറയുന്നത് എൻ്റെ ഒരു എവറിഡേ ക്യാരി പ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവസാനമുള്ള എൻ്റെ എവറിഡേ ടെക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊന്നുമല്ല, എന്നാലും ദിവസം അരമണിക്കൂറെങ്കിലും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതും പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസിറ്റ് എടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കൊണ്ടുനടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റൻഡോന്റെ OLED സ്വിച്ച് ആണ്. അപ്പോൾ OLED സ്വിച്ചിനകത്ത് തന്നെ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ സെൽഡ വേരിയന്റ് ആണ്. അപ്പം ലെജൻഡ് ഓഫ് സെൽഡയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയ സമയത്ത് അപ്പം ഇറക്കിയൊരു വേരിയന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അതും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിന്റൻഡോ ടൈറ്റിൽസ് ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ നിന്റൻഡോയ്ക്ക് വേണ്ടി ഉള്ള ടൈറ്റിൽസിന്റെ കാര്യം പറയുവാണെങ്കിൽ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗെയിംസ് എന്ന് പറയുന്നത് ലെജൻഡ് ഓഫ് സെൽഡ അല്ലെങ്കിൽ പോക്കിമോൻ, ഇപ്പോൾ അങ്ങനത്തെ ഗെയിംസ് നിങ്ങൾ ഒരുപാട് കളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിന്റൻഡോ സ്വിച്ച് എന്തായാലും ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലെജൻഡ് ഓഫ് സെൽഡ കളിക്കാൻ വേണ്ടി തന്നെയാണ്. അത് നിങ്ങൾക്ക് നിന്റൻഡോ ഗെയിംസ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഈ OLED സ്വിച്ച് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ അവസാനത്തെ ഈ 2024 എവറിഡേ ക്യാരി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതൊക്കെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺസോ അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിൻ്റെ കാര്യം, ഇപ്പോൾ മെക്കാനിക്കൽ വാച്ചോ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചോ ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ, പിന്നെ ഐപാഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഐപാഡ് എക്സ്പീരിയൻസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയുക. അതിലൊക്കെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ എടുത്ത കണ്ടന്റ് മിസ്സാവാതിരിക്കാൻ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് എത്ര പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.